മത്തായി 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. രഹസ്യത്തിലുള്ള പിതാവ് എന്നാണ് ദൈവത്തെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറവിടത്തിലുള്ള, പുറമേ കാണാനാകാത്ത എന്നാണ് രഹസ്യത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഭൂമിയിലെ പിതാവിനെ കാണാനാകും, എന്നാൽ ദൈവപിതാവിനെ കാണാനാകില്ല എന്ന് താരതമ്യം ചെയ്യാം. ദൈവവുമായുള്ള വ്യക്തിപരവും സ്വകാര്യവുമായ ബന്ധത്തെ ഇത് കാണിക്കുന്നു. ദൈവവും ഞാനും തമ്മിൽ പിതാവും മകനും എന്നുള്ള ബന്ധമുണ്ടായിരിക്കണം. അത് മറ്റുള്ളവരെ കാണിക്കേണ്ടതുമില്ല. ആ പിതാവിനോട് മകൻ ചെന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ പരസ്യമായും ഉറക്കെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? യേശു പലതവണ ഉറക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പരസ്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരുവനല്ലായിരുന്നു യേശു. അപ്പോൾ യേശു ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യരെ കാണിക്കാനുള്ള പ്രകടനമാകരുത് പ്രാർത്ഥന എന്നും അത് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിത്തറയിലായിരിക്കണം എന്നുമാണ്. അതില്ലെങ്കിൽ രഹസ്യമായോ പരസ്യമായോ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. ഈ വ്യക്തിപരമായ ബന്ധമുള്ളവരുടെ പ്രാർത്ഥന ദൈവം രഹസ്യത്തിൽ കാണുകയും ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്നു എന്നാണ് സാധാരണ പറയുന്നതെങ്കിൽ ഇവിടെ ദൈവവുമായുള്ള ബന്ധം കാണുന്നു എന്നതിനാലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല അടുത്തു പറയുന്നത് ദൈവം പരസ്യമായി പ്രതിഫലം തരുമെന്നാണ്. പരസ്യമായി പ്രതിഫലം തരുമ്പോൾ മറ്റുള്ളവർ ദൈവം നമുക്കായി പ്രവർത്തിച്ചത് എന്താണെന്ന് കാണും. എന്നാൽ അതിലുമുപരി സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നതിനെക്കുറിച്ച് കൂടെയാണ് യേശു പഠിപ്പിക്കുന്നത്. ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും മുന്നിൽ വെച്ച് അവിടുന്ന് പ്രതിഫലം നൽകുമ്പോൾ ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം സത്യമായി വെളിപ്പെടും. ഈ ഭൂമിയിൽ ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വർഗീയ പ്രതിഫലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.